സംസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യ നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. പോലീസുകാരുടേത് ദുരിത നരക ജീവിതമാണെന്ന് അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയ പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. 44 പോലീസുകാരെ വെച്ചാണ് 118 ഉദ്യോഗസ്ഥർ വേണ്ട സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പോലീസുകാരന്റെ പരാതി കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. 6 ദിവസത്തിനിടെ 5 പോലീസുകാർ ജീവനൊടുക്കിയെന്നും പി.സി. വിഷ്ണുനാഥ് സഭയിൽ പറഞ്ഞു. അംഗം ശ്രീ പി.സി. വിഷ്ണുനാഥ്. സർ, പോലീസ് അതിക്രമങ്ങൾ നിരന്തരമായി സഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലീസുകാരുടെ മേലുള്ള സർക്കാരിൻ്റെ അതിക്രമങ്ങൾ കാരണം സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നത് അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയമാകുന്നത് ഒരുപക്ഷെ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. സർ, ആവശ്യത്തിന് സേനാ അംഗങ്ങളെ വിന്യസിക്കാതെ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് അട്രോസിറ്റിയാണ്. സർ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 88 പോലീസുകാരാണ് സാർ ആത്മഹത്യ ചെയ്തത്. പോലീസുകാർക്ക് 8 മണിക്കൂർ ജോലി എന്നത് വേഗത്തിൽ നടപ്പാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സേനയിൽ ഉണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല ആത്മഹത്യയെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്നത് കേൾക്കാം. ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ സൗകര്യം വേണമെന്ന് പറഞ്ഞത് ശരിയാണ്. ആ സൗകര്യം നല്ല രീതിയിൽ തന്നെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ സ്വാധീനമോ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നു എന്നത് ശരിയല്ല. പോലീസിൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് പൂർണ്ണമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ ഒരു ആവശ്യം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ സാമൂഹ്യ പ്രാധാന്യമുള്ള ജോലികൾ പോലീസ് നിർവഹിക്കുമ്പോൾ അതിൻ്റെതായ വിഷമങ്ങൾ അവർക്കുണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. കൃത്യസമയത്ത് ഭക്ഷണം, വിശ്രമം ഇതൊക്കെ സാധിക്കാത്ത നില വരുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ 1 മണിക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മളെ സാധാരണ 1 മണിക്കല്ലേ ഭക്ഷണ സമയം, നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ ചർച്ചയൊക്കെ നീണ്ടു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നില്ലേ? ചിലപ്പോൾ ആ സമയം കഴിഞ്ഞു പോകുന്നില്ലേ? ഓരോ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച് വരുന്ന ചില ക്രമീകരണങ്ങളാണത്. ആ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആ വിശ്രമം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ആഴ്ചയിൽ ഓഫ് കിട്ടേണ്ടതുണ്ട്. അർഹമായ അവധി ഉണ്ടാവണം. അതോടൊപ്പം സ്ട്രെസ്സ് കുറക്കുന്നതിനുള്ള കൗൺസിലിംഗ് ഉണ്ടാവണം. കൃത്യമായി പരാതി കേൾക്കാൻ പരിഹാരങ്ങൾ, ഇതെല്ലാം നല്ല രീതിയിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. പുതിയതരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകുകയാണ്. പോലീസുകാർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും, തൊഴിലിൽ നേരിടുന്ന സമ്മർദ്ദം എന്ന് തുടങ്ങി അതെല്ലാം ആത്മഹത്യയ്ക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് സങ്കീർണമാകുന്നു എന്ന് സഭയിൽ പി.സി. വിഷ്ണുനാഥ് സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി നൽകുന്നതാണ് നമ്മളിപ്പോൾ സഭയിൽ മറുപടി നൽകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. അലക്സ്, ഇത് ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സർക്കാരിനെതിരെ ഈ പോലീസുകാർ അവരുടെ തൊഴിലിൽ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പി.സി. വിഷ്ണുനാഥ് ഈ വിഷയം അവതരിപ്പിച്ചത്. എന്താണ് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി? സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാടെന്താണ്? ഗോപി, പോലീസ് സേനയിലെ അല്ലെങ്കിൽ സേനയിൽ വർദ്ധിക്കുന്ന ആത്മഹത്യയാണ് അടിയന്തര പ്രമേയ വിഷയമായി പ്രതിപക്ഷം ഉന്നയിച്ചത്. പി.സി. വിഷ്ണുനാഥാണ് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയത്. അദ്ദേഹം ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് ആമുഖമായി തന്നെ പറഞ്ഞത് ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പോലീസ് സേനയിലെ ആത്മഹത്യ എന്ന വിഷയം ഈ അടിയന്തര പ്രമേയ വിഷയമായി ഉന്നയിക്കുന്നതെന്ന് ആമുഖത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 88 പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത്. ഈ സഭ സമ്മേളിച്ച 6 ദിവസത്തിനിടെ 5 പോലീസുകാർ ആത്മഹത്യ ചെയ്തു. ആ കണക്കോടുകൂടിയാണ് അദ്ദേഹം സഭയിലേക്ക് എത്തിയത്. അതുമാത്രമല്ല, 8 മണിക്കൂർ ഡ്യൂട്ടി എന്നത് പോലീസുകാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, സമയത്തിന് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ സമയത്തിന് ഉറക്കമോ പോലീസുകാർക്ക് ലഭിക്കുന്നില്ല. പോലീസുകാരുടേത് ദുരിത ജീവിതമാണ്, നരക ജീവിതമാണ് പലർക്കും പോലീസ് അനുഭവിക്കുന്നത്. 118 പോലീസുകാരുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ അതിന്റെ പ്രവർത്തനം യഥാവിധി നടക്കും എന്നാണ് കണക്ക്. പക്ഷേ ശരാശരി 44 പോലീസുകാരെ വെച്ച് 118 പോലീസുകാരുടെ ജോലി ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നു. അത്തരത്തിൽ അമിത ഭാരം പോലീസുകാർക്ക്
അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പി സി വിഷ്ണുനാഥ് ഈ അടിയന്തര പ്രമേയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. സേനയിൽ ആവശ്യമായ അംഗബലമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോലീസുകാർക്ക് വിഷാദ രോഗം വർദ്ധിക്കുന്നു, പിടിച്ചു നിൽക്കാനാകാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ കുടുസുമുറിയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം, ജോലി സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അവർ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമകളാകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ആത്മഹത്യ ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ജോബിദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാക്കുറിപ്പ് സഭയിൽ വായിച്ചാണ് അദ്ദേഹം വൈകാരികമായി അടിയന്തര പ്രമേയ നോട്ടീസ് അവസാനിപ്പിക്കുന്നത്. നന്നായി പഠിക്കണം, പോലീസിലല്ലാത്ത ഒരു ജോലി നോക്കണം, അമ്മയെ നോക്കണം എന്നതാണ് ജോബിദാസ് എന്ന പോലീസുകാരൻ്റെ ആത്മഹത്യക്കുറിപ്പ്. ഇത് വായിച്ചാണ് അദ്ദേഹം ഈ അടിയന്തര പ്രമേയം അവസാനിപ്പിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി നൽകുന്ന മറുപടി ഈ സേനയിലെ അധിക സമ്മർദ്ദം മാത്രമല്ല പോലീസുകാരുടെ ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യക്ക് പിന്നിൽ എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അതിന് പല കാരണങ്ങളുമുണ്ട്. പ്രധാന കാരണം സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും ആത്മഹത്യയിലേക്ക് വഴിവെച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. സേന, അതായത് പോലീസ് സേനയിലെ ഈ അമിത ജോലിഭാരം അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്, ജോലിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണെന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ കൗൺസിലിംഗ്, യോഗ തുടങ്ങിയവ നടത്തി വരുന്നു എന്ന് അദ്ദേഹം ന്യായീകരിക്കുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മെന്ററിംഗ് നടത്തുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ആവശ്യത്തിന് പോലീസുകാർ പല സ്റ്റേഷനുകളിലും ഇല്ല എന്ന കാര്യം മുഖ്യമന്ത്രി അംഗീകരിക്കുന്നുണ്ട്. ആ അംഗബലം വർദ്ധിപ്പിക്കുന്നുള്ള നടപടികൾ സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ PSC റാങ്ക് പട്ടിക, അതായത് നേരത്തെ തന്നെ പോലീസ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ചില ഉദ്യോഗാർത്ഥികൾ വലിയ സമരം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അത്തരത്തിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് മുഴുവൻ ഈ ജോലി ലഭിക്കണമെന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകുന്നത്. ഈ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച് വരുന്ന ക്രമീകരണങ്ങളാണ് പോലീസുകാർക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. പുതിയ തരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം കാരണം ജോലിഭാരം വർദ്ധിക്കുന്നു എന്ന് ശരി തന്നെ എന്ന് സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. അതനുസരിച്ച് അംഗബലം വർദ്ധിപ്പിക്കാനും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ ജോലിഭാരം കുറയ്ക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഉചിതമായ നടപടികളെല്ലാം സ്വീകരിക്കാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊരു വകുപ്പിന്റെ പോലീസ് സേനയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് PC വിഷ്ണുനാഥ്. പ്രതിപക്ഷത്ത് നിന്ന് ഈ കാര്യങ്ങളിൽ സർക്കാർ വേണ്ട ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്, എന്നാൽ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ അതിലെ മുഴുവൻ കാര്യങ്ങളും വസ്തുതകളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സഭയിൽ അതിന് മറുപടി നൽകിയിരിക്കുന്നത്. അലക്സറ മുഹമ്മദ്, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിൽ നിന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു.